കഴിഞ്ഞ ദിവസം ഞാൻ BJP-ക്കാർ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ലോക്കൽ ബോഡി ഇലക്ഷൻസ് സംബന്ധിച്ചായിരുന്നു. ഇന്നും അതിൻ്റെ ഒരു തുടർച്ചയായിട്ടാണ് പറയുന്നത്. ഈ തവണ നമ്മൾ നോക്കിയാൽ UDF-ന് 40.7%, LDF-ന് 35.7%, NDA-ക്ക് 20% വോട്ട് ഷെയറാണ് ലഭിച്ചിട്ടുള്ളത്. അതുപോലെ അതേഴ്സ് 8.6% വോട്ട് ഷെയർ ലഭിച്ചിട്ടുണ്ട്. ഇതിൽ പ്രധാനമായിട്ടുള്ളത് SDPI, വെൽഫെയർ പാർട്ടി തുടങ്ങിയവയാണെന്ന് കൂടി മനസ്സിലാക്കണം. അതുപോലെ BJP-ക്ക് തീർച്ചയായിട്ടും മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷനിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ, അങ്ങനെയുള്ള കോർപ്പറേഷനിലെല്ലാം മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. ബാക്കി സ്ഥലങ്ങളിലും മുന്നേറ്റമുണ്ടായിട്ടുണ്ട്. എന്നാൽ ഇതുവരെ ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പിടിച്ചെടുക്കാനായില്ല. ഡിസ്ട്രിക്ട് പഞ്ചായത്തിലേക്ക് ഉണ്ടായിരുന്ന 2 സീറ്റിൽ ഒരെണ്ണം പോയി, ബാക്കി ഒന്നായി കുറഞ്ഞു. ഇങ്ങനെയാണ് സംഭവിച്ചത്. ഇത് മാത്രമല്ല, ഔട്ട്റീച്ചിങ് നടപടിയുടെ ഭാഗമായിട്ട് വളരെയധികം കാൻഡിഡേറ്റ്സിനെ നിർത്തുകയുണ്ടായി. പക്ഷേ അവിടെയെല്ലാമുള്ള കാര്യങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു. നമ്മൾ കേരളത്തിൽ എടുക്കുകയാണെങ്കിൽ മലപ്പുറം ജില്ലയിൽ മാത്രമാണ് ഹിന്ദു ജനസംഖ്യ ന്യൂനപക്ഷമായിട്ടുള്ളത്. അത് 27.6%. അവിടെ 70.24%. ഇത് 2011 സെൻസസ് അനുസരിച്ചാണ്. വലിയ വ്യത്യാസങ്ങൾ വന്നിരിക്കണം. കാരണം കഴിഞ്ഞ 14 വർഷത്തിൻ്റെയും ജനസംഖ്യ വർധനവിലുണ്ടായ തോതനുസരിച്ച് സാരമായ വ്യത്യാസങ്ങൾ വന്നിരിക്കാം. എങ്കിലും മറ്റു ജില്ലകളിൽ നോക്കുക, കാസർഗോഡ് 55.83%. ഇതുപോലെ നമ്മൾ എടുത്തു നോക്കിയാൽ ഈ ഔട്ട്റീച്ചിങ് ആൾക്കാർ കൂടുതലുള്ള ഇടുക്കിയിൽ, അവിടെ ഹിന്ദു ജനസംഖ്യ 48.86%. എറണാകുളത്ത് 45.99%. തൃശ്ശൂർ 58.42%. കോട്ടയത്ത് 49.81%. ആലപ്പുഴയിൽ 68.64%. പത്തനംതിട്ടയിൽ 56.93%. ഇതിൽ ഔട്ട്റീച്ചിങ്ങിന് ശ്രമിച്ച സ്ഥലങ്ങളിൽ പെർഫോമൻസ് എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കിയാൽ സാമാന്യേന വളരെ മോശമായിരുന്നു എന്ന് കാണാം. അവിടെ ഔട്ട്റീച്ചിങ്ങിന് ശ്രമിച്ച ആൾക്കാരുടെ പോപ്പുലേഷൻ പ്രൊപ്പോർഷൻ സാമാന്യം കൂടുതലുള്ളത് എവിടേക്കാണെന്ന് വെച്ചാൽ എറണാകുളത്ത് 38.3%, ഇടുക്കിയിൽ 43.42%, കോട്ടയത്ത് 43.48%, പത്തനംതിട്ടയിൽ 38.12%. അങ്ങനെയൊക്കെയാണുള്ളത്. അത് കഴിഞ്ഞാൽ പിന്നെ വയനാടാണ്. വയനാട് 21.34%. പക്ഷേ എന്തുകൊണ്ട് ഔട്ട്റീച്ചിങ് ഇല്ലാതെ തന്നെ ഈ ജില്ലകളിൽ BJP-യുടെ ശതമാനം കൂടുതൽ ഉയരുന്നില്ല എന്നത് ശ്രദ്ധിച്ച് പഠിക്കേണ്ട കാര്യമാണ്. എനിക്ക് തോന്നുന്നത് അത് കുറേയൊക്കെ നമ്മൾക്ക് അഭിമാനിക്കാവുന്ന, പ്രത്യേകിച്ച് തിരുവനന്തപുരം കോർപ്പറേഷൻ പിടിച്ച കാര്യമുണ്ടെങ്കിലും ഇനി ആ പിടിച്ച കോർപ്പറേഷനിൽ ഒരു മോഡലായിട്ട്, മാതൃകയായിട്ട്, മറ്റുള്ളവർക്ക് മാതൃകയായിട്ട് അവിടുത്തെ ഭരണനിർവഹണം നടത്താൻ സാധിച്ചാൽ തീർച്ചയായിട്ടും അത് മറ്റുള്ളവരുടെ അടുത്തേക്ക് പകർത്താനായിട്ട്, പടരാനായിട്ട് എളുപ്പമുണ്ടാകും. അതോടൊപ്പം വേണ്ടത് ഓരോ വാർഡുകളിലും, അതായത് ഈ ഇപ്പോൾ നിലവിലുള്ള 23,612 വാർഡുകളിലും ചെയ്യേണ്ട നടപടികൾ എന്താണെന്ന് വെച്ചാൽ, അതിൽ ഒരു 22,000-ഓ 20,000-ഓ വാർഡുകളിലെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ, അവിടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെയും വികസന പരിപാടികൾ കൃത്യമായിട്ട് പഠിപ്പിച്ച് അവർക്ക് ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിൽ അവരുടെ സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സഹായിക്കുക. ആ സംരംഭങ്ങൾ തുടങ്ങുന്നതിനായിട്ട് ആദ്യം എന്ത് ചെയ്യണം? ആദ്യം അത് BJP-യിലെ യുവനിരയെ പഠിപ്പിച്ചു കൊടുക്കണം. കൃത്യമായിട്ട് ട്രെയിനിങ് ഓഫ് ദ ട്രെയിനേഴ്സ് കോഴ്സ് എന്നതിനെ വിളിക്കാം. അപ്പോൾ ഈ ട്രെയിനിങ് ഓഫ് ദ ട്രെയിനേഴ്സ് കോഴ്സിൽ യുവാക്കളെ വിളിച്ച് അവർക്ക് ആദ്യം ഒരു ട്രെയിനിങ് കൊടുക്കണം. എങ്ങനെയാണ് മുദ്ര ലോണിൻ്റെ ഒരു പ്രോജക്റ്റ് തയ്യാറാക്കേണ്ടത്, ആ പ്രോജക്റ്റിൻ്റെ സാങ്കേതിക വിദ്യ എവിടെ നിന്ന് കിട്ടും, ആ പ്രോജക്റ്റിന് എന്തെല്ലാം സാധനങ്ങളാണ് ആവശ്യമായിട്ട് വരിക, അത് ഉപയോഗിച്ച് എന്തെല്ലാം ഉണ്ടാക്കാൻ സാധിക്കും, അത് എവിടെ വിപണനം നടത്താൻ സാധിക്കും. ഇങ്ങനെ കൃത്യമായിട്ട് ശ്രീ തോട്ടക്കാട്ട് ശശി ഒരു ചെറിയ പുസ്തകം പബ്ലിഷ് ചെയ്തിരുന്നു. അത് 4 വർഷത്തെ കേന്ദ്ര ഗവൺമെൻറ് സ്കീമിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു. ഇപ്പോൾ 11 വർഷമായി വളരെയധികം സ്കീംസ് ഉണ്ട്. അങ്ങനെ വന്നാൽ ഇപ്പോൾ ഒരു വീടില്ലാത്ത ആൾക്ക് വീട് കിട്ടണമെങ്കിൽ അതിന് എവിടെയാണ് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടത്, എങ്ങനെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യണം തുടങ്ങി, ആ വീടുണ്ടായിക്കഴിഞ്ഞാൽ അതിന് എന്തെല്ലാം ടാക്സുകളാണ് അടയ്ക്കേണ്ടത്,
അതിനെങ്ങനെയാണ് ഇലക്ട്രിസിറ്റി കിട്ടുന്നത്, അതിനെങ്ങനെയാണ് വാട്ടർ പൈപ്പ് കണക്ഷൻ കിട്ടുന്നത് മുതലായ കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ സാധിക്കണം. അങ്ങനെ ഒരു സംരംഭകത്വം വഴി കുറേയധികം പേർക്ക് തൊഴിലും അവരുടെ ധനാഗമന മാർഗങ്ങളും വർദ്ധിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ജനങ്ങൾക്ക് ഇത് ഒരു വാർഡിൽ ഒരെണ്ണെങ്കിലും ചെയ്താൽ അതൊരു മാതൃകയായിരിക്കും. അങ്ങനെ വളരെ പോസിറ്റീവായിട്ടുള്ള മാതൃകകൾ ഉണ്ടാക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കൂടുതൽ ജനങ്ങൾ അതിൽ ആകർഷകരാകും. പ്രത്യേകിച്ചും വോട്ട് ബാങ്ക് ബേസ് എന്ന് പറയാവുന്ന ജനക്കൂട്ടത്തിൽ നിന്ന് അവർ ഏറ്റവും ബുദ്ധിമുട്ടുന്ന ഒരു വിഭാഗമാണെന്ന് മനസ്സിലാക്കുക. അവരെ സംബന്ധിച്ചോളം ഭൗതിക സാഹചര്യങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ്. അവർക്ക് പലപ്പോഴും മറ്റ് പലരുടെയും കടകളിലും മറ്റും പോയി തൊഴിലെടുത്ത് ജീവിക്കേണ്ടി വരുന്ന സാഹചര്യങ്ങളാണുള്ളത്. അങ്ങനെ വന്നാൽ ഒരു സൊസൈറ്റി ഉണ്ടാക്കി ചില സ്ഥലങ്ങളിലൊക്കെ ചെയ്തിരിക്കുന്നത് പോലെ നല്ല വലിയ കടകൾ തുടങ്ങുക, അത് വളരെ എഫക്റ്റീവായിട്ട് പ്രവർത്തിപ്പിക്കുക, അത് നന്നായിട്ട് തൊഴിൽ കൊടുക്കാൻ ഉപയോഗിക്കുക, അതിൽ നന്നായിട്ട് വിപണനം നടത്തിയിട്ട് അതിലുണ്ടാകുന്ന ലാഭം കൊണ്ട് അത് വികസിപ്പിക്കുക. അങ്ങനെ അതിൽ തൊഴിൽ ചെയ്യുന്നവർക്ക് നല്ലൊരു ജീവിതം ഉറപ്പുവരുത്തുക. അത് ഒരു കാര്യം ഞാൻ പറഞ്ഞതാണ്. ഇതുപോലെ ഫുഡ് പ്രൊഡക്ട്സ് അത് വളരെയധികം ഇന്ന് സൊസൈറ്റിയിൽ ആവശ്യമുള്ളൊരു കാര്യമാണ്. അതുപോലെ ഈ ഫുഡ് പ്രൊഡക്ട്സ് ഉണ്ടാക്കി കഴിഞ്ഞാൽ വീടുകളിൽ എത്തിക്കുന്നതിനുള്ള സംവിധാനം, ഓർഡർ കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെയുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കാം. അതുകൂടാതെ ടൈലറിങ് സംവിധാനങ്ങൾ ഉണ്ടാക്കാം. ഇതുപോലുള്ള നിരവധി സംരംഭങ്ങൾ നമ്മൾക്ക് ഉണ്ടാക്കാവുന്നതാണ്. അതിന് എക്സ്പെർട്സിനെ കൊണ്ടുവന്ന് ആദ്യം തന്നെ ഈ യുവക്കൾക്ക് ട്രെയിനിങ് ഓഫ് ട്രെയിനേഴ്സ് എന്ന് പറയുന്ന ട്രെയിനേഴ്സായിട്ട് വരാനായിട്ട് തയ്യാറാകുന്ന യുവാക്കൾക്ക് ട്രെയിനിങ് കൊടുക്കുക. അവർക്കത് ട്രെയിനിങ് കൊടുത്തു കഴിഞ്ഞാൽ അവർ നിയോജക മണ്ഡല അടിസ്ഥാനത്തിലോ അതല്ലെങ്കിൽ ഇപ്പോഴുള്ള 30 ജില്ലാ അടിസ്ഥാനങ്ങളിലോ അവർ താഴെ നിന്നും വാർഡുകളിൽ നിന്നും അതിൽ പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരെയും കൊണ്ടുവന്ന് അവർക്ക് ക്ലാസ് എടുത്തു കൊടുക്കുകയും അത് ആ വാർഡുകളിൽ നടപ്പാക്കുകയും ചെയ്യുക. അങ്ങനെ നടപ്പാക്കിയാൽ ഒരു 20,000 പ്രോജക്റ്റെങ്കിലും നമ്മൾക്ക് 2 വർഷം കൊണ്ട് നടപ്പാക്കാനായാൽ തീർച്ചയായിട്ടും വലിയ വ്യത്യാസമാണ് ഉണ്ടാകാൻ പോകുന്നത്. കാരണം ഇവരെ കൊണ്ടാണ് പ്രയോജനം ഉണ്ടാകുന്നത്. ഇവരെ കൊണ്ട് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കുന്നു. അതല്ലാതെ ഇനിയുള്ള കാര്യങ്ങളിൽ വെറുതെ ബഹളം വെച്ച് സമരം മാത്രം നടത്തി ജനങ്ങളുടെ പിന്തുണ ആർജിക്കാൻ സാധിക്കില്ല. കാരണം അതുകൊണ്ട് മടുത്ത് ജനങ്ങളെല്ലാം കഴിയുന്നതും കേരളത്തിന് പുറത്തേക്കും വെളിയിലേക്കും ഭാരതത്തിന് വെളിയിലേക്കും പോകുന്ന ഒരു സന്ദർഭമാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേണ്ടത് നമ്മൾ ഇഷ്യൂസ് എല്ലാം റേസ് ചെയ്യണം. അതേസമയം ജനങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള സംരംഭങ്ങൾ തുടങ്ങാനായിട്ട് സഹായിക്കുന്നു, അത് നിലനിർത്താൻ സഹായിക്കുന്നു. ഇതിനൊക്കെ ഒരു ഇൻഡിവിജ്വൽ, ഒരു വ്യക്തിക്കോ 2-3 വ്യക്തിക്കോ തുടങ്ങിയാൽ അവർക്ക് പല ബുദ്ധിമുട്ടുകളും നേരിടേണ്ടി വരുന്നുണ്ട്. ആ ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കൊടുക്കാനും അവർക്ക് തികഞ്ഞ ഗൈഡൻസ് കൊടുക്കുവാനും, അപ്പോൾ ഒരു പ്രോജക്റ്റിന് ആപ്ലിക്കേഷൻ കൊടുക്കുന്നത് മുതൽ അതിൻ്റെ അവസാന വിപണനം നടത്തി അതിൻ്റെ GSTയും അല്ലെങ്കിൽ FSSAI പോലുള്ള നിയമങ്ങളുണ്ടെങ്കിൽ അതൊക്കെ എങ്ങനെ പരിപാലിക്കണം എന്നുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ സാധിച്ചാൽ തീർച്ചയായിട്ടും ഇത്തരം പ്രോജക്റ്റുകൾ ഉണ്ടാക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അങ്ങനെ വരികയാണെങ്കിൽ വളരെ നല്ല രീതിയിൽ ജനങ്ങൾ അതിനോട് പ്രതികരിക്കും. അങ്ങനെ വന്നാൽ അത് പടർന്ന് പന്തലിക്കുന്നതിന് വളരെ എളുപ്പമായിരിക്കും. അതാണ് ചെയ്യേണ്ടത് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇത് ആരെങ്കിലും കുറ്റം പറയാനോ വേറെ ഒന്നിനുമല്ല. എൻ്റെ ഒരു അഭിപ്രായം, ഈ കാലത്ത് ജനങ്ങൾക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടും അത് പരിഹരിക്കാനെടുക്കുന്ന നടപടികളും, അതുപോലെ ഭരണം കിട്ടിയ സ്ഥലങ്ങളിൽ ഇതുപോലെ വളരെ നല്ല രീതിയിൽ ഭരണം നടത്തി പന്തളം പോലെ അല്ലാതെ മറ്റ് സ്ഥലങ്ങളെ ഒരു പ്രത്യേകിച്ചും തിരുവനന്തപുരം കോർപ്പറേഷൻ ഒരു മാതൃകാ കോർപ്പറേഷനായിട്ട് വളരുവാനും അതിലെ വീടില്ലാത്തവർക്ക് വീടുണ്ടാക്കുവാനും നായ്ക്കളുടെ ശല്യം ഒഴിവാക്കാനും അതുപോലെ റോഡുകൾ ശരിയാക്കുവാനും കുടിവെള്ളം എല്ലായിടത്തും എത്തിക്കാനും അങ്ങനെയുള്ള അടിസ്ഥാനപരമായിട്ട് ആൾക്കാർക്കുണ്ടാകുന്ന ആവശ്യങ്ങൾ നിറവേറ്റാനും അതോടൊപ്പം കൃത്യമായിട്ട് ഈ അഴിമതി നടത്തിയവരെ പിടികൂടാനും അതുപോലെ സുതാര്യമായ ഒരു ഭരണം പ്രത്യേകിച്ചും ഡിജിറ്റലായിട്ട് ഇപ്പോൾ തിരുവനന്തപുരം കോർപ്പറേഷനിൽ വീട്ടുനികുതി അടയ്ക്കണമെങ്കിൽ നമ്മൾ കോർപ്പറേഷൻ ഓഫീസിലോ അല്ലെങ്കിൽ അതിൻ്റെ
മറ്റ് ഓഫീസുകളിലോ പോയി നേരിട്ട് അടയ്ക്കണം. ഇപ്പോഴും നമുക്ക് ഡിജിറ്റലായിട്ട് അത് അടയ്ക്കാനായിട്ട് യാതൊരു സംവിധാനവുമില്ല. അപ്പോൾ അതൊക്കെ കഴിയുന്നതും ഡിജിറ്റലാക്കുകയും അതുവഴി അഴിമതി ഒഴിവാക്കുകയും അങ്ങനെ അഴിമതിയിൽ നിന്ന് മുക്തമായി അതേസമയം വളരെ പ്രോഗ്രസീവായിട്ടുള്ള വളരെ നല്ല ഒരു കോർപ്പറേഷനായിട്ട് ചൂണ്ടിക്കാണിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും ഉണ്ടാക്കുക. അതിനുള്ള ശ്രമമായിരിക്കണം ഉണ്ടാകേണ്ടത്. ഇതുപോലെ ഭാരം കൂടി മാത്രം നൽകുന്ന ചില വസ്തുക്കൾ NDAയിൽ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അത്തരം ദുർഗന്ധങ്ങളെ പുറത്താക്കി അതിന് പകരം സ്വന്തമായി കഴിവുള്ളവരെ മാത്രം ഉൾക്കൊള്ളിച്ച് NDA വർക്ക് ചെയ്യുന്നതായിരിക്കും കേരളത്തിൽ നല്ലത്. കാരണം ഞാൻ ഈ പറഞ്ഞ ജില്ലകളിലെല്ലാം ഇത്രയും പെർസെൻറ്റേജ് ഉണ്ടായിട്ടും അവിടെയൊക്കെ വളരെ ചെറിയ പെർസെൻറ്റേജ് വോട്ടേജാണ്. എറണാകുളം അടക്കം 6% വോട്ടാണ് NDAക്ക് കിട്ടിയിരിക്കുന്നതെന്ന് നോക്കുമ്പോൾ അത് എന്തുകൊണ്ട് സംഭവിച്ചു എന്ന് അന്വേഷിക്കണ്ടേ? അപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ആയിരിക്കണം ശ്രദ്ധ പോകേണ്ടത് എന്നാണ് എനിക്ക് ഇതിൻ്റെ ഒരു വെൽവിഷർ എന്ന നിലയിൽ പറഞ്ഞു തരാനുള്ളത്.